ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്രമരാട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 3-ാമത്തെ തിരുവചനം. അവൻ പറഞ്ഞു, യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത്, 2 ഉടുപ്പും ഉണ്ടായിരിക്കരുത്. പരിശുദ്ധ തൃത്വൈക ദൈവത്തിന് സ്തുതി. 12 ശിഷ്യന്മാർ പരസ്പരം മുഖാമുഖം നോക്കുന്ന സമയം. തങ്ങളെ വിളിച്ച് ദൈവരാജ്യം പ്രസംഗിക്കുവാനും രോഗികളെ സൗഖ്യപ്പെടുത്തുവാനുമായി അയക്കുന്ന തങ്ങളുടെ ഗുരു പറയുകയാണ്, ഉടുത്ത ഒറ്റ തുണി മാത്രം മതി നിങ്ങൾക്ക് എന്ന്. രണ്ടാമതൊന്ന് കയ്യിലെടുക്കരുത്. ഒന്ന് വേർത്താൽ, ഒന്ന് മഴ നനഞ്ഞാൽ മാറ്റിയിടുവാൻ കയ്യിൽ രണ്ടാമതൊരു ഉടുപ്പ് കരുതരുത് എന്നോ. എത്രയോ ദുർഘടമായ വഴികളിലൂടെ നടക്കേണ്ട ഞങ്ങളുടെ കയ്യിൽ ഒരു വടി സപ്പോർട്ടിനായി എടുക്കരുത് എന്ന്. വീണ്ടും ഞങ്ങൾ കേൾക്കുകയാണ്, ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വയ്ക്കുവാൻ പാകത്തിലുള്ള ഒരു സഞ്ചി പോലും കയ്യിൽ വയ്ക്കരുത് എന്ന്. ഞങ്ങൾക്ക് ഏറ്റവും പ്രയാസം തോന്നിയത് കയ്യിൽ വിശക്കുമ്പോൾ കഴിക്കുവാൻ ഒരപ്പമോ കൂട്ടത്തിൽ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ കുറച്ച് പണമോ കയ്യിൽ വയ്ക്കുവാൻ പോലും ഞങ്ങൾക്ക് അനുവാദമില്ലാത്ത സമയം. ഞങ്ങൾ ആ 12 ശിഷ്യന്മാരും ധർമ്മ സങ്കടത്തിലായ സമയം. ഇത്ര ക്രൂരനായി എന്തുകൊണ്ടാണ് തങ്ങളുടെ ഗുരു ഇങ്ങനെ തങ്ങളോട് കൽപ്പിക്കുന്നത് എന്ന് പരസ്പരം കണ്ണുകൾ കൊണ്ട് സംസാരിച്ച ശിഷ്യന്മാർ. ഒരു ദുർഘടമായ യാത്രയ്ക്ക് പോകുമ്പോൾ വെറും കൈയോടെ ഇട്ട ഒരു ഉടുപ്പ് മാത്രമായി 2 കൈയും വീശി കയ്യിൽ പിടിക്കാൻ ഒരു സംഗതി പോലുമില്ലാതെ നടക്കുവാൻ നിർബന്ധിതമാകുന്ന 12 പേർ. അതെ, അവരിൽ തുടങ്ങിയ സുവിശേഷമാണ് ഇന്ന് 2000 വർഷങ്ങൾക്കിപ്പുറം നാം ജീവിക്കുന്ന ലോകത്തിൻ്റെ 4 അതിരുകളിലും സുവിശേഷിക്കപ്പെട്ട് യേശുവിലേക്ക് കോടാനുകോടി ജനങ്ങൾ ആകൃഷ്ടരാക്കപ്പെട്ടത് എന്ന് ആലോചിക്കുമ്പോൾ ചെറിയൊരത്ഭുതം തോന്നുന്നില്ലേ? തൻ്റെ ശിഷ്യന്മാർക്ക്, തന്നെ അനുഗമിക്കുന്നവരായ നാം ഓരോരുത്തർക്കും സ്വന്തം സുരക്ഷയേക്കാൾ, സ്വന്തം സൗകര്യങ്ങളെക്കാൾ, സ്വന്തം സമ്പത്തിനേക്കാൾ ദൈവത്തിൻ്റെ പരിപാലനത്തിൽ ആശ്രയിച്ച് നടക്കുവാൻ ആവശ്യപ്പെടുന്ന യേശുവിൻ്റെ ഒരു തിരുവചനം. ദൈവം പൂർണ്ണമായും വഴിയൊരുക്കേണ്ട യാത്രയിലായിരിക്കുന്ന നാം ഓരോരുത്തരും. അതെ, നമ്മുടെ കരുത്തിലോ നമ്മുടെ വിഭവങ്ങളിലോ ആശ്രയിക്കാതെ ദൈവ പരിപാലനത്തിൻ്റെ ചിറകിൻ കീഴിൽ തുടരേണ്ട ഒരു വിശ്വാസയാത്ര. ധാരാളം സൗകര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ പൂർവികരായും നാം ആയിട്ടും നേടിയിട്ടുണ്ടെങ്കിലും അതിൽ ആശ്രയിക്കാതെ ജീവിത ദൗത്യത്തെ, എന്താണ് ആ ദൗത്യം? യേശുവിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും പകർന്നു കൊടുക്കുന്ന ദൈവരാജ്യത്തിനായുള്ള പ്രവർത്തനം. ആ പ്രവർത്തനം നടത്തുന്നവരായി നാം ഓരോരുത്തരും മാറുവാൻ ആഗ്രഹിക്കുന്ന യേശു, അവൻ്റെ വേലയ്ക്കായി ദൈവം നമ്മെ വിളിക്കുന്ന സമയം, അവൻ നമ്മെ ഏൽപ്പിക്കുന്ന ദൗത്യം മനസ്സിലാക്കുവാനും അവൻ ഒരുക്കുന്ന വഴികളിലൂടെ അന്ന് ആ ശിഷ്യന്മാർ വെറും കൈയോടെ നടന്ന പോലെ ഇന്ന് നാം ഓരോരുത്തർക്കും മനുഷ്യരുടെ ദയയിലും ദൈവത്തിൻ്റെ പരിപാലനത്തിലും മാത്രം ആശ്രയിച്ച് നടക്കുവാൻ, അങ്ങനെ വിശ്വസിച്ച് ആ യാത്ര മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കാതുകളിൽ ഒരു മൊഴി നാം കേൾക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ഇടയ്ക്ക് ശ്രദ്ധിക്കാം. എന്താണ് ആ മൊഴി? നീ വിശ്വസിച്ച് മുന്നോട്ട് പോ, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം എന്ന യേശുവിൻ്റെ മൊഴി. അതെ, ആ ഇമ്പകരമായ സ്വരം നമ്മുടെ കാതുകളിൽ കേൾക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.